അഹോ ഉദഗ്രരമണീയ പൃഥ്വി എന്നൊരു വാക്യം കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം നാടകത്തിലുണ്ട്. അനേകം ആസ്വാദകരെ പോലെ എന്നെയും ത്വരിപ്പിച്ചിട്ടുള്ള ഒന്നാണ് ആ പ്രയോഗം. അത് കാളിദാസന്റെ ശ്ലോകഭാഗമല്ല, ഒരു സംഭാഷണ ശകലമാണെന്നതാണ് രസം. ഇന്ദ്രലോകത്ത് അസുരന്മാരുടെ അതിക്രമം സഹിക്കാൻ വയ്യാതായപ്പോൾ ദേവേന്ദ്രൻ ഭൂമിയിൽ നിന്ന് മഹായോദ്ധാവായ ദുഷ്യന്തനെ ആളയച്ച് ക്ഷണിച്ചു വരുത്തുന്നു. അസുരന്മാരെ യുദ്ധത്തിൽ എതിർത്ത് തോൽപ്പിച്ച് ശല്യമൊക്കെ ഒതുക്കിയിട്ട് ദുഷ്യന്തൻ മടങ്ങി വരികയാണ്. മാതലി എന്ന സാരഥി നയിക്കുന്ന ഇന്ദ്രരഥത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരവേ ഭൂമിയുടെ ആകാശത്തു നിന്നുള്ള ദൃശ്യം കണ്ട് മാതലി അറിയാതെ പറഞ്ഞു പോകുന്ന വാക്യമാണിത്. അഹോ ഉദഗ്രരമണീയ പൃഥ്വി. അത്യധികം രമണീയമായിരിക്കുന്നുവല്ലോ ഭൂമി എന്നർത്ഥം. ആകാശത്തു നിന്ന് ഇറങ്ങി വരവേ ഭൂമിയുടെ മാറുന്ന ദൃശ്യഭംഗികൾ തുടർന്ന് ദുഷ്യന്തൻ വർണ്ണിക്കുന്നുണ്ട്. വിമാനയാത്ര ചെയ്യുന്നവർക്ക് ഇത് വായിക്കുമ്പോൾ അത്ഭുതം തോന്നാം. വിമാനത്തിൽ സഞ്ചരിക്കാതെ എങ്ങനെ കാളിദാസന് ഈ ദൃശ്യങ്ങൾ ഈ വിധത്തിൽ വർണ്ണിക്കാൻ കഴിഞ്ഞുവെന്ന്. ഉദഗ്രം എന്ന വാക്കിന് ഉഗ്രം, ശ്രേഷ്ഠം, മഹത്തായത്, ഗംഭീരമായത് എന്നൊക്കെയാണ് അർത്ഥങ്ങൾ. രമണീയമാകട്ടെ ഓരോ ക്ഷണത്തിലും പുതിയതെന്ന് തോന്നിക്കുന്ന സൗന്ദര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത്രയും മനോഹരമായ ആശയലോകം ഉൾക്കൊള്ളുന്ന ഈ ഗദ്യഭാഗത്തെ കവിതയെന്നല്ലാതെ എന്ത് വിശേഷിപ്പിക്കും? ഏറ്റവും മനോഹരമായി പ്രകൃതി വർണ്ണന നടത്തിയിട്ടുള്ള വിശ്വസാഹിത്യകാരന്മാരിൽ മുൻപന്തിയിലുണ്ട് കാളിദാസൻ. മനുഷ്യരെയും മാനുഷിക ഭാവങ്ങളെയും ജീവിത മുഹൂർത്തങ്ങളെയും വർണ്ണിക്കാൻ അദ്ദേഹം പ്രകൃതിയെ തന്നെയാണ് കൂട്ടുപിടിക്കാറ്. ഉപമാ കാളിദാസസ്യ എന്നൊരു ചൊല്ലുള്ളത് വെറുതെയല്ല. കണ്വാശ്രമത്തിൽ അകൃത്രിമ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ആശ്രമ കന്യകമാരെ കണ്ടപ്പോൾ ദുഷ്യന്തൻ പറഞ്ഞു പോവുകയാണ്, ഉദ്യാനലതകളെ കവച്ചു വെക്കുന്നല്ലോ കാനനലതകൾ എന്ന്. അപ്സരസായ മേനക കൈവെടിഞ്ഞ പെൺകുഞ്ഞ് കണ്ണു മഹർഷിയുടെ മാനസപുത്രിയായി മാറിയതിനെ പറ്റി പറയുന്നത് പൂത്ത മരത്തിൽ നിന്ന് വീണ പിച്ചകമൊട്ട് എരിക്കിന്റെ കൊമ്പിൽ തടഞ്ഞു നിന്നതുപോലെ എന്നാണ്. അപ്സര സൗന്ദര്യവും സ്വഭാവവും പിച്ചകമൊട്ടിൽ നാം കാണുന്നു. ലൗകിക ബന്ധങ്ങൾ വെടിഞ്ഞ മഹർഷിയുടെ പരുക്കൻ മട്ടിന് എരുക്കിന്റെ ശുഷ്ക പ്രകൃതിയിൽ സാദൃശ്യം കണ്ടെത്തുന്നു. പ്രകൃതി കവികൾക്ക് അക്ഷയഖനിയാണ്. ഭൂമിയുടെ സൗന്ദര്യം പ്രകൃതി ഭംഗിയിലാണ്. അതിനെ നമ്മൾ നശിപ്പിച്ചൊടുക്കിക്കൊണ്ടിരിക്കുന്നത് എത്ര വേഗത്തിലാണ്. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി എന്ന് പറഞ്ഞ് ആ പാപത്തിൽ നിന്ന് ഒഴിയാവതാണോ?